ഹലോ മാൻ, ഹായ് എവരി വൺ, നമസ്കാരം മാൻ, വെൽക്കം ടു റിയാക്ഷൻ പേരഞ്ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പൊന്നു മോനെ, അതിരാവിലെ എന്നിട്ട് കാണുന്ന ഒരു സംഗതിയാണ് എമ്പുരാൻ ട്രെയിലർ. ഞാനൊരു 5:30-5:45 എഴുന്നേക്കും. അപ്പൊ ഈ ബാത്റൂമിൽ പോയിട്ട് മൊബൈൽ വെക്കുന്ന ഒരു സ്വഭാവം ഉള്ള ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടാണ് ഞാൻ. വേറൊരു വിഷയം കഴിഞ്ഞ ദിവസം കണ്ടു. അപ്പൊ അതിന്റെ വേറെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ യൂട്യൂബ് എടുത്ത് നോക്കുന്നത്. കണ്ടത് ഈ സംഭവം 4 മണിക്കൂർ മുമ്പ് റീല് റിലീസ് ചെയ്യും. അപ്പൊ ഞങ്ങൾക്ക് വലിയ ഉടായ്പായിരിക്കും. നമ്മൾ ഈ വ്യൂസ് കിട്ടാൻ വേണ്ടി ചില ആൾക്കാർ ചെയ്യാറുണ്ടോ ഇങ്ങനത്തെ പരിപാടികൾ. നോക്കുമ്പോൾ ആശീർവാദ് സിനിമാസ് തന്നെയാണ്. എടുത്തു നോക്കുമ്പോൾ മോനെ ഒരു ഒന്നൊന്നര സാധനം. എന്തായാലും ഒറ്റ വാക്കി പറയാലോ, ചെറുത്താന്മാരുണ്ട്. പക്ഷേ പാതിരാത്രി ഇറങ്ങി സീനും കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ അതൊരു ഒന്നൊന്നര ചെറുത്താനായിരിക്കും. എന്തായാലും ട്രെയിലർ കണ്ടോക്കാം. എൻ്റെ മക്കളല്ല എൻ്റെ പിന്തുടർച്ചക്കാർ. എന്നെ പിന്തുടരുന്നവർ ആരാണോ അവരാണ് എൻ്റെ മക്കൾ. പഞ്ച്. ഈ സിനിമയുടെ പ്രത്യേകത കേട്ടോ, ഇപ്പോഴെൻ്റെ മനസ്സിൽ വരുന്നൊരു സംഭവമാണ്. നിന്നെ രക്ഷിക്കാൻ ആരുണ്ടടാ. മിമിക്രി അല്ല കേട്ടോ, ഞാൻ ആ ഡയലോഗിൻ്റെ പറഞ്ഞതാ. അതേപോലെ ഒരുപാട് ഡയലോഗ്സ് ഉണ്ട്. അതേപോലെ ഒരു പഞ്ച് സാധനത്തിലാണ് തുടങ്ങി വെച്ചിരിക്കുന്നത്. എന്നെ പിന്തുടരുന്നവരാണ് എൻ്റെ മക്കൾ. പി കെ രാംദാസ് ബാക്കി വെച്ചിട്ട് പോയ ഈ യുദ്ധത്തിൽ ഈ പാർട്ടിയെയും ഈ സംസ്ഥാനത്തിനെയും നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിരുന്നില്ല. അവിടെ ഒരു ആ സീനിനൊരു കഥ പറയാനുണ്ടല്ല. ഫ്രണ്ട് ക്യാമറ ഇങ്ങനെ താഴ്ത്തുമ്പോൾ തന്നെ ഒരു ഹിന്റ് തരുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഹിന്റ് കിട്ടി തുടങ്ങിയെന്ന് തോന്നുന്നു. എവിടെ നിന്ന് വില്ലനിസം തുടങ്ങുന്നു എന്ന്. കേരളത്തിലെ കപട മതേതരവാദികൾ ഞെട്ടിത്തരിക്കാൻ പോകുന്ന ഒരു വാർത്ത നമ്മൾ ഉടൻ തന്നെ കേൾക്കും. തേർഡ് പാർട്ടി എൻട്രി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സിനിമയിൽ നമുക്ക് 2 പാർട്ടികൾ പ്രധാനമായിട്ടുണ്ടെങ്കിലും 3ാമത്തെ പാർട്ടിയുടെ പ്രസൻസ് എന്ന് പറയുന്നത് മാത്രമല്ല സുരാജ് സീനിലേക്ക് എത്തിയിരിക്കുന്നു. പൊളിറ്റിക്സ് മാപ്പ് കൃത്യമായിട്ട് നമ്മൾ കഴിഞ്ഞ സിനിമയിൽ കണ്ടതാണ്. ഇപ്പൊ കേരളത്തിൽ കുറച്ച് നാളായിട്ട് ഒരു 10 വർഷമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റം എനിക്ക് തോന്നുന്നു ഇതിനകത്ത് കൂടി ക്യാപ്ചർ ആവുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ വരുന്നതേ അത്ര ചില്ലറ കൈയല്ല. മനുഷ്യജീവന് മുകളിൽ ഒരു രക്തബന്ധത്തിനും വിലയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. 4th പാർട്ടി എൻട്രി. ഇത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, പക്ഷെ അത് അത്ര സ്ട്രോങ് റിലേഷൻ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. എന്തായാലും ഒരു പിളർപ്പ് ഇതിൽ സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു സംഭവം നേരത്തെ പറഞ്ഞല്ലോ, ടൊവിനോയുടെ വില്ലൻഷിപ്പിലേക്കുള്ള ഒരു ഷിഫ്റ്റ്. ടൊവിനോ മറുപക്ഷത്തേക്ക് പോയോ എന്നുള്ളൊരു ചോദ്യത്തിന് കുറച്ചുകൂടി ബലം നൽകുന്നതാണ് ഈ ഡയലോഗ്. ये दया दिखाने के लायक ही नहीं होते, पर शुरू से वो एक के नाम से डरते थे. ഈ ഡ്രഗ് കാർട്ടൽ Day 11 അത് ഫഹദല്ലേ? അന്ന് ഇപ്പോഴും അങ്ങനെയാണ്ടോ തോന്നുന്നത്. ഒരു ഫഹദാണെന്നുള്ള തോന്നലുണ്ട്. എന്നാൽ പൊളിക്കും കേട്ടാ. ഏത് സൈഡിലാണെന്ന് അറിയില്ല, പക്ഷെ കണ്ടിട്ട് വില്ലൻ സൈഡിലാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അത് പൊളിക്കും കേട്ടോ. ഫഹദ് ഉണ്ടെങ്കിലേ ഒന്നൊന്നര കളിയായിരിക്കും ഇത്. ജിഹാദി ഗ്രൂപ്പ്സ് ഇവരെല്ലാം ജനറലി കേക്കെതിരാണ്. സ്റ്റീഫൻ, where is he now? Ma'am, you are going live. 5, Turkey, 4, London, France, 3. Yemen, Senegal, Iraq, ചൈന. നിങ്ങളുടെ സ്വന്തം മെൽ. അതൊക്കെ 2 രീതിയിൽ വായിക്കാം. വായിച്ചിട്ടുണ്ടോ ആൾക്കാർ ഓൾറെഡി. ഒന്ന് ലൂസിഫർ, മറ്റേത് നിങ്ങളുടെ സ്വന്തം ലാലേട്ടൻ. പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിന്റെ പൂവ്, തമോഗോളങ്ങളുടെ എമ്പുരാൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്റെ പൊന്നു മോനെ, സംഗതി പൊളിച്ച്. എനിക്കങ്ങോട്ട് രോമാഞ്ചടിച്ചിട്ടേ. ഇങ്ങനെയൊക്കെ ചാർജിങ്ങിൽ നിർത്തണമെന്നുണ്ടെങ്കിൽ അത് കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന് എമ്പുരാൻ എന്ന് പറയുന്ന ആ ഒരു സ്കോറിൽ വന്നിരിക്കുന്ന സംഭവം, പിന്നെ കളർ ടോണിങ്ങിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, ഫയർ ബാക്ക്ഗ്രൗണ്ടിലുള്ള പയ്യന്റെ പ്രസൻസ്, പിന്നെ ഡയലോഗ്. രണ്ടും അച്ഛൻ പറയുന്നതും മോഹൻലാൽ പറയുന്നതും. നമ്മൾ ബൊഗൻവില്ലയിലും ഈ സ്തുതി കേട്ടതാണ്. പക്ഷേ ആ സ്തുതിയൊക്കെ ഇനി ആരും ഓർക്കാൻ പോകുന്ന പോലും ഇല്ല. മാത്രമല്ല ഈ സ്തുതിയുടെ മേലെ ഇനി വേറൊന്നും വരാനുമില്ല. അല്ലാതെ ഇന്ന് ഈ ലോകത്ത് രക്തബന്ധം എന്ന് പറയാൻ എനിക്ക് ഒരാളേ ഉള്ളൂ അങ്കിൾ. പണ്ടെപ്പോഴോ കേരള രാഷ്ട്രീയത്തിൽ വെറും ഒരു MLA മാത്രമായിരുന്നു ഒരാൾ. അയാളെ എന്തിനാണ് സാർ ഇങ്ങനെ പേടിക്കുന്നത്?
ഈ കഴിഞ്ഞ സിനിമയില് വില്ലന്റെ വിവേക് ഒബ്രോയുടെ ആ ഒരു ലുക്സ് പിന്നെ ഒന്നൊന്നര സ്ക്രീൻ പ്രസൻസ് ആയിരുന്നു. പക്ഷെ അതിന്റെ ഒപ്പത്തിനൊപ്പം നിന്ന സംഭവമായിരുന്നു ഡബ് ചെയ്തിരിക്കുന്ന വിനീതിന്റെ ശബ്ദം. ഇപ്രാവശ്യവും കലക്കിയിട്ടുണ്ട്. ആരായാലും ഡബ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേൾക്കാൻ നല്ല രസമുണ്ട്. നമ്മൾ അറിയാത്തത് എന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ട്. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ? ഉറപ്പിച്ചു മോനെ, ഉറപ്പിച്ച്. ദൈവം ആരാന്ന് നമുക്കറിയാം. കാരണം ലൂസിഫറിൽ ദൈവത്തിന്റെ കഥ പറഞ്ഞിട്ടാണ് തുടങ്ങണത്. അപ്പൊ ദൈവപുത്രൻ ആരാന്ന് മനസ്സിലായി. അപ്പൊ പിന്നെ ഇറങ്ങാനായിട്ട് ചെകുത്താൻ ഇറങ്ങി. ഇതിനകത്ത് കുറെ സംഭവങ്ങൾ വരാണ്ടെന്ന് തോന്നണം കേട്ടോ. ഈ സ്റ്റോറി എനിക്ക് തോന്നുന്നത് ഇറ്റ്സ് എ ബിഗ് സൈസ് വൺ. എനിക്ക് തോന്നുന്നു ഇതൊരു എക്സൽ സ്റ്റോറിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കണ്ടിട്ട്. അവസാനം പറയാം. Because the enemy of an enemy is a friend. ഞാനുള്ള കാര്യം പറയാട്ടോ, എനിക്ക് സത്യത്തിൽ ഇവന്റെ അഭിനയം അത്ര ഇഷ്ടമല്ല പൃഥ്വിരാജിന്റെ. പക്ഷെ പ്രസൻസ് ഒരു രക്ഷയില്ല. ഉഫ്, എന്നാ ലുക്കാടാ. ക്യാമറയുടെ ആംഗിളും ബാക്ക്ഗ്രൗണ്ടും. We have to end this war. So Stephen, come back. Save your land. Save God's own country. വാടാ മോനെ, ഐക്കോണിക് സംഭവം. ഐക്കോണിക് എന്ന് പറഞ്ഞാൽ ഐക്കോണിക് സംഭവം നമുക്കറിയാം. ലൂസിഫർ ആ സീൻ തന്നെയുണ്ട്. അതേ ഐക്കോണിക് സാധനം എടുത്തിട്ടിരിക്കുന്നത്. കംബാക്ക് പൊളിക്കും. സാധാരണ ഇതിൽ ഈ സീക്വലൊക്കെ നമ്മളെ നിരാശപ്പെടുത്തണം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് L1 മേളിൽ L2 പോകും. നേരത്തെ പറഞ്ഞതല്ലേ, ഫുള്ള് കഴിഞ്ഞ സിനിമയില് ഇബ്രാഹിം ഖുറൈഷിയും സയ്യിദ് മസൂദും 80% ലൂസിഫറും 20% സയ്യിദ് മസൂദ്. 20 ഇല്ല, അതിൽ താഴെ വേണേ പറയാം നമുക്ക്. പക്ഷെ ഇതിൽ എനിക്ക് തോന്നുന്നു കളി ഒരു 50-50 ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 60-40 പോകും. ഈക്വൽ കളിയാണെന്നാണ് തോന്നുന്നത് ഈ സിനിമ, ഈ ട്രെയിലർ കണ്ടിട്ട്. മിക്കവാറും പൃഥ്വിരാജിന്റെ കളി കുറച്ച് കൂടുതലായിരിക്കും എന്ന് തോന്നുന്നു ഈ സിനിമയിൽ. ഉറപ്പിച്ച് ആ വരവ് കണ്ടാൽ തന്നെ ഇതൊരു ഈക്വൽ കളിയാണെന്ന് തോന്നണുണ്ട്. രണ്ടും കൂടെയുള്ള വരവും മിക്കവാറും ഇതിനകത്ത് എനിക്ക് തോന്നുന്നു പൃഥ്വിരാജിന് കുറച്ചുകൂടി സ്പേസ് കൊടുക്കുന്ന ഒരു സ്ക്രിപ്റ്റ് ആയിരിക്കും എന്നാണ് തോന്നണത്. But answer this one question. Who are you really? Lucifer. എനിക്ക് തോന്നുന്നത് ഇനി മിക്കവാറും ട്രോളിലൊക്കെ വരാൻ പോകുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു സംഗതി ഇതായിരിക്കും, ഒരു മെയിം ഇതായിരിക്കും വരാൻ പോകുന്നത്. ഇതുപോലെ സംഭവം നമ്മൾ കണ്ടിട്ടുള്ളത് ഡാർവിന്റെ പരിണാമം എന്ന സിനിമയിലാണ്. പക്ഷെ ഇത് കുറച്ചും കൂടി ചാർജിങ് ആയ സംഭവമാണ്. ആ ഒരു വരവും നിപ്പും സംഗതി കിട്ടില്ലാണ് കേട്ടോ. ഓരോ ഫ്രെയിം നമ്മൾക്ക് കൂടുതൽ നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന രീതിയിലാണ് പോകുന്നത്. എന്നെ മോനെ 27 പാതിരാത്രി തന്നെ എഴുന്നേൽപ്പിക്കുന്ന തോന്നുന്നത് നമ്മളെ കണ്ടിട്ട്. മിക്കവാറും ഒരു ട്രെയിലറിന്റെ ഉദ്ദേശം എന്താ, ആളെ തിയേറ്ററിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അത് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. എങ്ങനെയെങ്കിലും FDFS കണ്ടിരിക്കണമെന്നൊരു തോന്നലുണ്ടാക്കുന്നുണ്ട്. ഇനി 27 എന്തൊക്കെ ഉടായ്പ ഒപ്പിക്കേണ്ടി വരുമോ ആവോ ഇത് കാണാനായിട്ട്. പക്ഷേ ഒരു രക്ഷയില്ല. എടുത്തിരിക്കുന്ന കട്ട്സ്, അതിന്റെ കളറിങ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ട്രാൻസിഷൻ എല്ലാം പൊളിക്കും. കിടലാണ്. എനിക്ക് തോന്നുന്നു ഈ സിനിമ ഒരു നേരത്തെ പറഞ്ഞല്ലോ ഒരു എക്സൽ സ്റ്റോറിയാണ് സാധ്യതയുണ്ട്. 2 കാര്യങ്ങൾ പാരലി പറഞ്ഞു പോകുന്നുണ്ട്. ഇനിയിപ്പോ 3 കാര്യങ്ങളുണ്ടോന്ന് അറിയില്ല. ഒന്ന്, ഇതിനു മുന്നുള്ള സിനിമയിൽ നിന്നും പൊളിറ്റിക്കൽ മാപ്പിങ്ങിൽ വന്നിരിക്കുന്ന വ്യത്യാസം. പിന്നെ ടൊവീനോ അപ്പുറത്തേക്ക് പോയ 1-2 ഡയലോഗ് സാധൂകരിക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ ബന്ധങ്ങൾക്കല്ല എന്ന് പറയുന്നത്, പിന്നെ സ്വന്തം എന്ന് പറയാൻ അല്ലെങ്കിൽ എന്റെ രക്തം എന്ന് പറയാനായിട്ട് ജാൻവി അല്ലാതെ ഇനി ഒരാളേ ഉള്ളൂ എന്ന് പറയുന്നിടത്തും
ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ എന്ന് പറയുന്ന ഡയലോഗ്. അപ്പോൾ ആ ഒരു മാപ്പിങ്ങിലെ വ്യത്യാസം, തേർഡ് പാർട്ടി എൻട്രി, ഫോർത്ത് പാർട്ടി എൻട്രി. മഞ്ജു വാര്യർ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിലേക്ക് വരുന്നു. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ മാപ്പിങ്ങിന്റെ മാറ്റത്തിലുള്ള കഥ അതിൽ പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, സയ്യിദ് മസൂദിന് കൊടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സീൻസുകൾ. അപ്പോൾ ഒരുപക്ഷെ സയ്യിദിന്റെ സൈഡിൽ നിന്ന് കഥ പറയുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കിയിരുന്ന് കാണണം. പിന്നെ ആരാണ് ലൂസിഫർ, അയാളെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് പറയുമ്പോൾ അച്ഛൻ പറഞ്ഞു തുടങ്ങിയ കഥയിൽ നിന്നും ഇബ്രാഹിം ഖുറേഷിയിലേക്കുള്ള ആ ഒരു ട്രാൻസിഷൻ, അതിന്റെ കഥയും ഇതിലുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഒരു എക്സൽ സ്റ്റോറി ആയിരിക്കും. പിന്നെ നേരത്തെ കണ്ടാൽ ആ നിപ്പ് കണ്ടിട്ട് അത് ഫഹദാന്ന് തോന്നുന്നു. ഒരുപക്ഷെ ഫഹദാണോ ഇതിനകത്ത് മെയിൻ വില്ലനായിട്ട് വരുന്നത്? അല്ല എങ്കിൽ നമ്മൾ വിക്രമിൽ കണ്ടതുപോലെ റോളക്സ് പോലൊരു സംഭവത്തിലേക്ക്, ഒരു പഞ്ചിലേക്കാണോ അത് എത്തി നിൽക്കുന്നത്? ഇതൊന്നും അറിയില്ല. പിന്നെ നമ്മൾ കേട്ടൊരു റൂമറാണ് ഇതിലേക്ക് മമ്മൂട്ടി വരുമെന്നുള്ളത്. മമ്മൂട്ടിയൊക്കെ എങ്ങനെ അത് കയറി വന്ന എൻ്റെ പൊന്നു മോനെ, തിയേറ്ററൊക്കെ പൊളിയായിരിക്കും. കാരണം ഈ സിനിമ എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞ L1 മേളിപ്പോള്ള സാധ്യതയുണ്ട്. ഈ സിനിമ ഒരുപാട് പ്രതീക്ഷയായിട്ട് പോകുമ്പോൾ അതിനനുസരിച്ച് വന്നില്ലെങ്കിൽ ഒരു നിരാശ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ആ നിരാശപ്പെടുത്തൽ ഉണ്ടാവുമെന്ന്. ട്രെയിലർ അത്രയ്ക്ക് സൂപ്പറായിട്ടുണ്ട്. 4 മിനിറ്റോളം ട്രെയിലറൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അത്രയും നേരം ട്രെയിലർ കണ്ടിരിക്കാനുള്ള ക്ഷമ ഉണ്ടാവില്ല. പക്ഷെ ഇത് നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട്. അപ്പൊ അതേപോലെ തിയേറ്ററിൽ നമ്മളെ പിടിച്ചിരുത്തും. ആ കൂട്ടത്തിലേക്ക് മമ്മൂട്ടി കൂടി എൻട്രി ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു രോമാഞ്ചാണല്ലോ അങ്ങനത്തെ ഒരു എൻട്രി. ഇപ്പോൾ മനുവെങ്കിൽ എന്ന് പറയുന്ന ഒരു സാധാരണ സിനിമയിൽ മോഹൻലാലിന്റെ പ്രസൻസ് കാണുമ്പോൾ നമ്മൾ അറിയാതെ നമുക്കൊരു രോമാഞ്ചം. അപ്പം ഇതിപ്പോ 80s 90s കിഡ്സിന്റെ കാര്യമാണ് പറയുന്നത്, നമ്മളുടെ കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. മമ്മൂട്ടി ചിത്രം അല്ലെങ്കിൽ കൂടി സമ്മർ ബദ്ലഹമിൽ നിരഞ്ജന്റെ എൻട്രി ഒന്നും പറയാനില്ല. അതുവരെയും ആ സിനിമ അങ്ങനെ തമാശ ഇതൊക്കെ ഇട്ട് കൊണ്ടുപോയിട്ട് ലാസ്റ്റ് ഒരു കുറച്ച് നിമിഷങ്ങളിൽ വന്ന് സിനിമ മൊത്തം അങ്ങോട്ട് വാരിക്കൊണ്ട് പോകുന്ന പോലെ. പിന്നെ നരസിംഹം സിനിമയിലെ മമ്മൂട്ടി, അതിന്റെ അപ്പുറത്തേക്ക് ചെയ്യാൻ ഷാജി കൈലാസിന് പറ്റാത്തതാണ് പുള്ളിയുടെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം പുള്ളിക്ക് ചെയ്യാവുന്നതിന്റെ ഏറ്റവും പരമാവധി സിനിമയിൽ ചെയ്തു വെച്ചു എന്നുള്ളത്. അപ്പൊ അതേപോലെ ഈ സിനിമയിലെങ്ങാനും മമ്മൂട്ടി കയറി വന്നാൽ അതൊരു ബ്ലാസ്റ്റ് ആയിരിക്കും, ഒന്നും പറയാനില്ല. പൊളി സംഭവം. ഞാനിത് രാവിലെ നിന്റെ കണ്ടോടുന്നതിന് അത് അയച്ചു കൊടുത്തത് എനിക്കറിയാവുന്നതിൽ ഏറ്റവും സെൻസിബിൾ ആയിട്ടുള്ള ഒരു ലാലേട്ടൻ ഫാനാണ്. പുള്ളി ഇത് കണ്ടോന്ന് അറിയില്ല, പുള്ളി കണ്ടോണ്ട് സാധനം. കാരണം പാതിരാത്രിയൊക്കെ പുള്ളിയെ കാണാൻ സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ ഉറങ്ങും, പക്ഷെ അതിരാവിലെ നിന്റെ കണ്ടോടം തന്നെ ഞാൻ പുള്ളിക്കാണ് അയച്ചു കൊടുത്തത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഒരു ഫാൻ ബോയ് അല്ലെങ്കിൽ ഒരു ഫാനിസം ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് വേണ്ട സംഭവങ്ങൾ ഇതിലുണ്ട്. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ കാണുന്ന എല്ലാവരെയും പിടിച്ചിരുന്ന സംഭവം ഈ സിനിമയിലുണ്ടെന്നുള്ള പ്രതീക്ഷയാണ് ഈ ട്രെയിലർ നൽകുന്നത്. അപ്പൊ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അത് കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.